أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا استعينوا بالصبر والصلاة إن الله مع الصابرين. ولا تقولوا لمن يقتل في سبيل الله أموات بل أحياء ولكن لا تشعرون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സമാദരണീയരായ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, പരമകാരുണികനായ പടച്ച റബ്ബിന്റെ പരിശുദ്ധ ദീനി വിധിവിലക്കുകളെ ജീവിത വിശുദ്ധി ആഗ്രഹിച്ചുകൊണ്ട് നിരന്തരമായി നിലനിർത്തുന്ന മുത്തഖീങ്ങളായ മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടണമേ എന്ന് ആമുഖമായി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 153-154 സൂക്തങ്ങളാണ് ആമുഖമായി ഓതി കേൾപ്പിച്ചിട്ടുള്ളത്. അതിനെ തുടർന്നും 2 ആയത്തുകളുണ്ട്. ഈ 4-5 ആയത്തുകളെ മുന്നിൽ വെച്ചുകൊണ്ട് ഏറെ പരീക്ഷണത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഫലസ്തീൻ സമൂഹം, വിശിഷ്യ അതിലെ ഗസ നിവാസികൾ, അവിടുത്തെ വിശ്വാസികൾ, അവർക്കും നമുക്കും ആശ്വാസം ലഭിക്കുന്ന 5 ആയത്തുകളെ മുൻനിർത്തി ഏതാനും ചില കാര്യങ്ങൾ സംസാരിക്കുന്നത് സമാധാനവും പ്രതീക്ഷയും നൽകുമെന്ന് പ്രത്യാശിക്കുകയാണ്. 2 വർഷത്തോളമായി അന്യായമായ നരമേധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഫലസ്തീനിൽ. യാതൊരു ന്യായീകരണവും ഇല്ലാത്ത വിധത്തിൽ അതങ്ങനെ അഭംഗുരം തുടരുകയാണ്. 800 കോടിയിലധികം മനുഷ്യർ ലോകത്തുണ്ട് എന്നാണ്. 195 അല്ലെങ്കിൽ അതിലധികം രാഷ്ട്രങ്ങളുമുണ്ട്. 200 കോടിയോളം മുസ്ലിം ജനസംഖ്യയുണ്ട്. 55-ലധികം ഇസ്ലാമിക രാഷ്ട്രങ്ങളുണ്ട്. ഇങ്ങനെ പല സംവിധാനങ്ങൾ ലോകത്തുണ്ടായിട്ടും 80 ലക്ഷം വരുന്ന ജനസംഖ്യയുള്ള ഇസ്രായേൽ രാജ്യം അതിൻ്റെ ഭരണാധികാരിയുടെ കൈപിടിക്കാൻ ഇനിയെങ്കിലും നിങ്ങൾ കുഞ്ഞുങ്ങളെ, സ്ത്രീകളെ, നിരപരാധികളായ മനുഷ്യരെ കൊന്നൊടുക്കുന്ന വംശീയ ഉന്മൂലനം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ആ കൈക്കൊന്ന് പിടിക്കാൻ ഒരു മനുഷ്യനെയും കാണുന്നില്ല എന്നത് ഒരു തുറന്ന യാഥാർത്ഥ്യമാണ്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചതിക്കപ്പെട്ട, വഞ്ചിക്കപ്പെട്ട ഒരു ജനത. ചരിത്രം നമ്മൾ ഈ മിമ്പറിൽ വെച്ച്, അഥവാ 20-ാം നൂറ്റാണ്ട് 19-ാം നൂറ്റാണ്ടിലേക്ക് എത്തി നിൽക്കുന്ന ഫലസ്തീനിന്റെ ചരിത്രത്തിന്റെ മുമ്പ് ഉള്ള ചരിത്രത്തിന്റെ ഭാഗങ്ങളൊക്കെ തുടർ ഖുതുബകളിലൂടെ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 19-20 നൂറ്റാണ്ടുകളിൽ, അഥവാ ഈ ആധുനിക കാലത്ത് ഫലസ്തീൻ ജനത ഏറ്റുവാങ്ങിയ ചതി മനസ്സിലാക്കിക്കൊണ്ട് നിലവിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വിഷമങ്ങളെ, പരീക്ഷണങ്ങളെ, പ്രയാസങ്ങളെ, പ്രതിരോധങ്ങളെയൊക്കെ അതിൻ്റെ ഒരു ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിലും അതേപോലെ തന്നെ മനുഷ്യാവകാശ മാനവിക പശ്ചാത്തലം വായിക്കേണ്ടത് അനിവാര്യമാണ്. കാരണം പലപ്പോഴും വടി കൊടുത്ത് അടി വാങ്ങിപ്പ് എന്തായി എന്ന രൂപത്തിലൊക്കെ പലപ്പോഴും പറയാറുണ്ട് ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട്. പക്ഷെ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല എന്ന് നമുക്കറിയാവുന്നതാണ്. 3 മതവിഭാഗത്തിനും, അഥവാ ഇസ്ലാമിക സമൂഹത്തിനും ക്രൈസ്തവ സമൂഹത്തിനും ജൂത സമൂഹത്തിനും ഏറെ പവിത്രമായ മണ്ണാണ് ജെറൂസലേം, ഫലസ്തീൻ പ്രദേശങ്ങൾ. അവിടെ കുടിയേറ്റം നടക്കുന്നതിന് മുമ്പ് അവർ സമാധാനത്തോടു കൂടി ജീവിച്ചവരാണ്.
4% ജൂതന്മാരുണ്ടായിരുന്നു, 10% ക്രൈസ്തവരുണ്ടായിരുന്നു, 86% മുസ്ലിം അറബികളും ഉണ്ടായിരുന്നു. ഇതാണ് അധിനിവേശത്തിന്റെ മുമ്പുള്ള ഇസ്രായേൽ രാഷ്ട്രം രൂപീകരിക്കപ്പെടുന്നതിന്റെ മുമ്പുള്ള ഫലസ്തീൻ ഭൂമിക എന്ന് പറയുന്നത്. ഇവിടെ മാന്യമായി അവർ ജീവിച്ചു മുന്നോട്ട് പോവുകയാണ്. അവിടെയാണ് ബ്രിട്ടനും സാമ്രാജ്യത്വ ശക്തികളും രാജ്യങ്ങളും കുതന്ത്രങ്ങളിലൂടെ വഞ്ചിച്ചുകൊണ്ട് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ജൂതന്മാരെ അവിടേക്ക് കൊണ്ടുവന്ന് കുടിയിരുത്തുന്നത്. 1917 ബാൽഫർ പ്രഖ്യാപനത്തിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങളും ചർച്ചകളും അങ്ങനെ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 1920 പിന്നിട്ട് അവസാനം 1948 മെയ് 14 1948 മെയ് 14 അവിടെ ജൂതരാഷ്ട്രം, ബ്രിട്ടൻ സാമ്രാജ്യത്വ രാജ്യങ്ങളൊക്കെ എല്ലാ അവസരം ഒരുക്കി കൊടുത്ത് അവിടേക്ക് വിവിധ രാജ്യങ്ങളിൽ അതിൻ്റെ മുന്നോടിയായുള്ള വർഷങ്ങളിൽ കുടിയിറക്കി. അപ്പോൾ തദ്ദേശീയരായിട്ടുള്ള അവിടുത്തെ നിവാസികൾ, അറബികൾ, ഈ പറയുന്നവരും വന്നവരും തമ്മിലുള്ള ചില സംഘടനകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി അതിനൊരു അറുതി വേണം എന്ന് ഐക്യരാഷ്ട്രസഭ ഏൽപ്പിക്കാൻ ഒരു പരിഹാരം വേണം. ആ പരിഹാരത്തിന്റെ ഫോർമുല UN പറഞ്ഞത്, എങ്കിൽ നമുക്ക് 2 രാഷ്ട്രങ്ങൾ ഉണ്ടാക്കാം. അതാണ്. ഇപ്പൊ ഇസ്രായേൽ രാഷ്ട്രം ഉണ്ടാക്കാം, ഫലസ്തീനും ഉണ്ടാക്കാം. അതിലാദ്യം ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ പിറവി എവിടെയാണ്? ആരുടെ മണ്ണാണ്? ഫലസ്തീൻ മണ്ണ്. അവിടേക്ക് വന്ന ആളുകൾക്ക് ആദ്യം രാഷ്ട്രം കൊടുക്കുകയാണ്. അതിന്റെ പ്രഖ്യാപനം നടന്നത് 1948 മെയ് 14. 1948 മെയ് 14 ഇസ്രായേൽ രാഷ്ട്രം അഥവാ ഇസ്രായേലുകൾക്ക്, ജൂതന്മാർക്ക് രാഷ്ട്രം രൂപീകരിക്കപ്പെടുന്നു. പിറ്റേ ദിവസം 15-ാം തീയതി തന്നെ, അത് അറബികൾ സമ്മതിച്ചില്ല, അറബ് രാഷ്ട്രങ്ങൾ അംഗീകരിച്ചില്ല, അവിടുത്തെ ആളുകളും അംഗീകരിച്ചില്ല, കാരണം സാധ്യമല്ല എന്നുള്ള നിലക്കൻ. പിറ്റേ ദിവസം മെയ് 15 ഒരൊറ്റ ദിവസം കൊണ്ട് 7.5 ലക്ഷം ഫലസ്തീനികളാണ് ആട്ടിയോടിക്കപ്പെട്ടത്, അഭയാർത്ഥികളായത്. ഞാനിത് പറയുന്നത് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല എന്നതിന് വേണ്ടിയാണ്. 7.5 ലക്ഷം ഫലസ്തീനികൾ 24 മണിക്കൂർ കൊണ്ട് ആട്ടിയോടിക്കപ്പെട്ടു. 1948 ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിച്ചതിന്റെ സ്ഥാപക നേതാവും അതേപോലെ തന്നെ പ്രഥമ പ്രൈം മിനിസ്റ്ററുമാകുന്ന ഡേവിഡ് ബെൻഗറിയൻ എന്ന് പറയുന്ന മനുഷ്യന്റെ വംശീയ ഉന്മൂലനം അവിടം വെച്ച് തുടങ്ങുകയാണ്. പിന്നെ വന്ന ഇസ്രായേൽ ഭരണാധികാരികളൊക്കെ അത് ഏറ്റെടുക്കുകയാണ്. അങ്ങനെ മുന്നോട്ട് പോകാണ് സംഘടന. അപ്പൊ ഫലസ്തീനിന്റെ മണ്ണ് അത് പകുത്തു വെക്കപ്പെടുകയാണ്. അപ്പൊ നമ്മൾ ചോദിക്കും, പറയും, എങ്കിൽ ഫലസ്തീൻ രാഷ്ട്രം അവിടെ ഉണ്ടായില്ലേ? ഉണ്ടായില്ല. ഫലസ്തീൻ രാഷ്ട്രം, ഫലസ്തീൻ പരമാധികാര സ്വതന്ത്ര രാഷ്ട്രം അവിടെ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഈ 2 രാജ്യങ്ങളായി വിഭജിക്കുന്ന സമയത്ത് 55% ഭൂമി ഇസ്രായേലിന് വന്നവർക്ക്, കുടിയേറ്റം നടത്തിയവർക്ക് 55%-ത്തിലധികം, 45% അവിടുത്തെ തദ്ദേശീയർക്ക്, അവിടെ ആദ്യമുള്ള ആളുകൾക്ക് 45%. അപ്പൊ ഇതിന്റെ അന്യായം നോക്കുന്നു. ഇതൊക്കെ പടച്ച റബ്ബിന്റെ കോടതിയിലല്ലാതെ പരിഹരിക്കപ്പെടും. ഇത്രമേൽ വേട്ടയാടപ്പെട്ട ഒരു ജനത ഈ ഭൂമി ലോകത്തുണ്ടാകും. 45%. എന്നാൽ ഇപ്പോഴത്തെ കറന്റ് സ്റ്റാറ്റസ് എന്താ? 45%, ഏതാണ്ട് 55% നിങ്ങൾ കൊടുത്തു. ഇനി ആ 45% ഞങ്ങളുടെ ഭൂപ്രദേശം, അതൊരു ഇസ്രായേലിന് സ്വതന്ത്ര രാഷ്ട്രം കൊടുത്തതുപോലെ ഞങ്ങൾക്കും ഒരു പരമാധികാര രാഷ്ട്രം. ഈ ഇസ്രായേൽ രാഷ്ട്രം 1948 രൂപീകരിക്കുന്നതിന് മുമ്പ് ഫലസ്തീനാണ് അവിടെ ഉള്ളത്. ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഫലസ്തീൻ ഉണ്ടോ? ഫലസ്തീൻ ഉണ്ടോ അവിടെ? ഫലസ്തീന് സ്വന്തം നാണയം ഉണ്ടായിരുന്നു, ഫലസ്തീൻ പാസ്പോർട്ട് ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഫലസ്തീന് നാണയമുണ്ടോ? ഇല്ല. ഏതാ ഉപയോഗിക്കേണ്ടത്? ഇസ്രായേൽ നാണയം. കാരണം പരമാധികാര രാഷ്ട്രമല്ല. അപ്പൊ ഫലസ്തീൻ അവിടെ ഇല്ലെന്ന് ചോദിക്കും. ഫലസ്തീൻ അവിടെ ഉണ്ട്. ഒരു PLO, ഗസയിലെ ഹമാസും ടീമും, വെസ്റ്റ് ബാങ്കിൽ PLO എന്ന് പറയുന്ന സംവിധാനമൊക്കെ പറഞ്ഞ് അതൊക്കെ ആരുടെ കീഴിലാണ്? ഉപരോധത്തിലും അധീശത്വത്തിലും. ഇസ്രായേൽ ഉപരോധ അധീശത്വത്തിലാണ് ഫലസ്തീനിന്റെ ബാക്കി ഭാഗം. ഇനി 45% ഭൂമി ഇപ്പൊ എവിടെ എത്തി? ഇപ്പൊ 22-23% ഭൂമി മാത്രമാണ് ഫലസ്തീനികൾക്കുള്ളത്. ബാക്കി 78% അധിനിവേശത്തിലൂടെ ഇസ്രായേൽ കൈയടക്കി. ഇപ്പൊ വെസ്റ്റ് ബാങ്കും കിഴക്കൻ ജെറൂസലേമും ഗസയും മാത്രമാണ് ഫലസ്തീൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ എന്താ അതിന്റെ പരിഹാരം? പരിഹാരം വളരെ സിമ്പിളാണ്. പരിഹാരം വളരെ സിമ്പിളാണിത്. ഇസ്രായേലിലുള്ള ബുദ്ധിജീവികൾക്കും സാംസ്കാരിക നായകന്മാർക്കും അറിയാം, ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും അറിയാം. പക്ഷെ ഇതാര് പൂച്ചക്കാര് മണികെട്ടും എന്ന അവസ്ഥയിലാണ്. എന്താ പരിഹാരം? ഇസ്രായേലിൽ അധിനിവേശം അവസാനിപ്പിക്കുക. ഫലസ്തീൻ ഒരു ഉള്ള പ്രദേശം, അതാണ് നിലവിലതാ.
ഉള്ള പ്രദേശം ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് അംഗീകരിക്കുക. ഇതിന് പോലും സമ്മതം മൂളുന്നില്ല, ഇതിന് പോലും അംഗീകാരം കൊടുക്കണില്ല. ആരാ അംഗീകാരം കൊടുക്കാത്തവര്? ഈ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുന്നത് കണ്ട് ഇതിനൊക്കെ ഒത്താശ ചെയ്ത ബ്രിട്ടനും ഫ്രാൻസും അടക്കമുള്ള രാജ്യങ്ങൾ പറഞ്ഞു, ഞങ്ങൾ സ്വതന്ത്ര രാഷ്ട്രമായിട്ട് ഫലസ്തീനിനെ അംഗീകരിക്കാൻ പോവുകയാണ്. 28 രാജ്യങ്ങൾ മുന്നോട്ട് വന്നിരിക്കുകയാണ്. പക്ഷേ അവിടെയും വീറ്റോ പവറുമായിട്ട് ആരുള്ളത്? അമേരിക്കയാണ് സ്വതന്ത്ര. എന്നിട്ട് ട്രംപ് ഇപ്പോൾ നമ്മുടെ രാജ്യത്തിന് എതിരെ അടക്കം നികുതി വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. മൈപ്രണ്ടെന്ന് പറഞ്ഞവരുടെ അവസ്ഥക്ക് ഇപ്പൊ എവിടെ എത്തി എന്നുള്ളത് വരികൾക്കിടക്ക് വായിക്കുക. ഏതായാലും ഈ ട്രംപിനെയും താങ്ങിക്കൊണ്ടാണ് അറബ് ലോകം നടക്കുന്നത്. ആ ട്രംപ് അവസാനം പറഞ്ഞത് ബ്രിട്ടനോടും ഫ്രാൻസിനോടും പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ ഫലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് നീക്കം നടത്തിക്കഴിഞ്ഞാൽ ചുങ്കം തീരുവ നിങ്ങൾക്കും വർദ്ധിപ്പിക്കുന്നതാണ്. സൗദിയും ഖത്തറും UAEയും കുവൈത്തും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും മനുഷ്യാവകാശ രാഷ്ട്രങ്ങളും ഒക്കെ നടക്കുന്നത് എന്തിനു വേണ്ടിയാ? ഈ രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കണം. അതിന് ആദ്യമേ അതിന്റെ കടക്കൽ കത്തിവെക്കുന്ന പ്രമുഖ രാഷ്ട്രമാരാണ്? തോളിൽ കൈയിട്ട് നടക്കുന്ന അമേരിക്ക. അപ്പൊ ആ അമേരിക്കയെ വലിയായി സഹായിയായി ഇസ്ലാമിക പൈതൃകവും പാരമ്പര്യവും അഹ്ലുസുന്നയും അവകാശപ്പെടുന്ന രാജ്യം കൊണ്ട് നടക്കുന്നതിന്റെ മിനിമം സാങ്കത്യം എന്താ? അതിന്റെ മതപരമായി പറഞ്ഞു തരണം, മാനവികമായിട്ട് പറഞ്ഞു തരണം, ഹ്യൂമൻ റൈറ്റ് വിഷയത്തിൽ പറഞ്ഞു തരണം, ഐക്യരാഷ്ട്രസഭയുടെ എത്തിക്സ് വെച്ച് പറഞ്ഞു തരണം. എങ്ങനെയാണ് ഈ തോളോട് തേൾ ചേർന്ന് കൈയിട്ട് ബിസിനസ് കരാറും അതല്ലാത്തതും ഡീലിങ്സും നടത്തുക? നിങ്ങൾ ഇത്ര അന്യായം, അക്രമം ഇനിയും ഇതിന് കൂട്ടുനിൽക്കുകയാണ് എങ്കിൽ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ പുനരാലോചന നടത്തേണ്ടി വരുമെന്ന പ്രസ്താവന പോലും പറയാനുള്ള കെൽപ്പില്ല. ഭൗതികത കൊണ്ട് ഭൗതിക നഷ്ടം ഉണ്ടാവും. ആൽബനീസ് എന്ന് പറയുന്ന അമേരിക്കയിൽ നിന്നുള്ള ഒരു UN-ന്റെ മനുഷ്യാവകാശ പ്രവർത്തകണ്ട്. ആ മനുഷ്യാവകാശ പ്രവർത്തക 40-ലധികം സംഘങ്ങൾ ഗസയിൽ വന്ന് ഇസ്രായേൽ അവിടെ നടത്തിയ മനുഷ്യാവകാശ ധ്വംസനങ്ങളുടെ റിപ്പോർട്ട് ഉണ്ടാക്കണമെന്നാണ്. റിപ്പോർട്ട് അതിൽ പ്രവർത്തിച്ച ഒരു പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകൻ ആൽബനീസ്. അവരാ റിപ്പോർട്ട് കൃത്യമായി സത്യസന്ധമായി കൊടുത്തു. അമേരിക്ക എന്ത് ചെയ്തു? ഉപരോധം ഏർപ്പെടുത്തി. ആരെ? നോൺ മുസ്ലിമാണ്, അമുസ്ലിമായ മനുഷ്യാവകാശ പ്രവർത്തകയാണ്. എന്നിട്ട് അവള് പറയാണ്, എനിക്കെതിരെ ഉപരോധം, എൻ്റെ മക്കൾ അമേരിക്കയിലാണ്, ഞാൻ അമേരിക്കൻ പൗരത്വമുള്ളതാണ്, എനിക്ക് ഉപരോധം ഏർപ്പെടുത്തിയാൽ ബാങ്ക് ട്രാൻസാക്ഷൻസ് അടക്കമുള്ള പല കാര്യങ്ങളും നടക്കാതെ പോകും, വളരെ പ്രയാസത്തിലാണ്. കാരണം എൻ്റെ മക്കളുടെ ഭാവി ആലോചിച്ച് എനിക്ക് സങ്കടമുണ്ട്, പ്രയാസമുണ്ട്. പക്ഷേ എങ്കിലും മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട് അതിനോട് കമ്മിറ്റ്മെന്റ് കാണിക്കുക എന്നത് എൻ്റെ പ്രതിബദ്ധതയാണല്ലോ, ഞാൻ നിർവഹിക്കേണ്ടതാണല്ലോ എന്ന് ഒരു നോൺ മുസ്ലിം ആയിട്ടുള്ള ഒരു സഹോദരിക്ക് പോലും തൻ്റെ ഭൗതികമായ സാധ്യതകളിൽ മങ്ങലേൽക്കാനും പരിക്കേൽക്കാനും പ്രയാസവും പ്രതിബന്ധവും ഉണ്ടാകും എന്ന് ഉറപ്പുണ്ടായിട്ട് പോലും നിലപാട് ഉയർത്തിപ്പിടിക്കുകയാണ്. അതിന്റെ പ്രയാസം അവർ ഏറ്റുവാങ്ങാൻ. ഇതിന്റെ ഒരു 1000-ലൊന്ന്, ഒരു 500-ലൊന്ന്, ഒരു 10-ലൊന്ന് പ്രയാസെങ്കിലും ഇസ്ലാമിക് രാഷ്ട്രങ്ങളെ തൻ്റെ ഇടമുള്ള പ്രസ്താവന ഇറക്കി നീതിക്ക് വേണ്ടി, മനുഷ്യാവകാശത്തിന് വേണ്ടി. മതപരമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ബൈത്തുൽ മുഖദ്ദസും ഫലസ്തീനും പ്രവാചകന്മാരുടെ പാദസ്പർശമേറ്റ മണ്ണാണ്. ഇസ്ലാമിക ലോകത്തിന്റെ 3ാമത്തെ തീർത്ഥയാത്ര നടത്തേണ്ട പള്ളിയാണത്. സലാഹുദ്ദീൻ അയ്യൂബിയും ഉമർ റളിയല്ലാഹുവും ഒക്കെ അത് സമാധാനത്തോടുകൂടി കീഴടക്കിയിട്ടുള്ള മണ്ണാണ്. ആ മണ്ണിലാണ് ഇപ്പൊ ഈ രക്തച്ചൊരിച്ചിൽ നടത്തുന്നത്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച വന്ന റിപ്പോർട്ടിൽ അവിടേക്ക് ഇസ്രായേലിന്റെ മന്ത്രി കടന്നു ചെന്നുകൊണ്ട് എല്ലാ നൈതികതയും നഷ്ടപ്പെടുത്തിയിട്ട് അവരുടേതാണ് എന്ന നിലക്ക ഐക്യരാഷ്ട്രസഭ ഇത് അതിർത്തികളുണ്ടാക്കി. ജെറൂസലേം പ്രദേശം ഐക്യരാഷ്ട്രസഭയുടെ മേൽനോട്ടത്തിലാണെന്നാണ് പറഞ്ഞത്. ഇപ്പൊ ആരുടെ മേൽനോട്ടത്തില? ഇസ്രായേലിന്റെ മേൽനോട്ടത്തിൽ. എല്ലാം തകിടം മറിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച അതൊക്കെയാണ് അവസ്ഥ. ഇപ്പൊ നീതി നിഷേധിക്കപ്പെട്ട ഒരു ഉമ്മത്തിന് വേണ്ടി, ഒരു സമൂഹത്തിന് വേണ്ടി എങ്ങനെയാണ് നിലകൊള്ളേണ്ടത് എന്നതിനെ കുറിച്ച് കാഴ്ചപ്പാടില്ലാതെ പോയതിന്റെ അല്ലെങ്കിൽ പോകുന്നതിന്റെ ദുരന്തമാണ് ഫലസ്തീനുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ലഭിച്ച 22% ഭൂമിയിൽപ്പെട്ട പ്രദേശം ഗസ. അവിടെ ഒരു 300 ചില്ലാൻ കിലോമീറ്റർ ചതുരശ്ര കിലോമീറ്റർ ഉള്ളത്. ആ 300 ചില്ലാൻ ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തെ വരിഞ്ഞു മുറുക്കാൻ കടലിൽ നിന്ന് ഉപരോധം, ആകാശത്ത് ഉപരോധം, തുറന്ന ജയിലാന്ന് പറയും. തുറന്ന ജയിലില്ല, അടഞ്ഞ ജയിലാണ്. ശരി, നമ്മൾ അങ്ങനെ പറയും. ഗസ ഒരു തുറന്ന ജയിലാണ്, അടഞ്ഞ ജയിലാണ്. ഒന്നും അവിടേക്ക് എത്തിക്കാൻ പറ്റാത്ത രൂപത്തിൽ 2006-ൽ അവിടെ ഇലക്ഷൻ നടത്തി. അമേരിക്കയുടെ മേൽനോട്ടത്തിലാണ്. കാരണം അവിടെ അമാസുണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ ഒരുപാട് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾ അവിടെ ഉണ്ട്. എങ്കിൽ അവിടുത്തെ ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ് ഇലക്ഷൻ നടത്തിയ സമയത്ത് അധികാരത്തിലേക്ക് വന്നത് ഹമാസ് തന്നെയാണ്. ജനാധിപത്യപരമായിട്ട് ഇലക്ഷൻ നടത്തിയപ്പോൾ 2006-2007 അധികാരത്തിൽ വന്നു. അന്ന് മുതൽ ഇസ്രായേൽ ഗസക്കെതിരെ ഉപരോധം പ്രഖ്യാപിച്ചു. യാതൊരു നീക്കുപോക്കും അത് അംഗീകരിക്കണില്ല. അപ്പൊ എന്താ നിങ്ങൾ അംഗീകരിക്കാത്തത് ചോദിക്കാൻ ആളില്ല.
എന്താ നിങ്ങൾ അംഗീകരിക്കാത്തത്? നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ മേൽനോട്ടത്തിൽ ഇലക്ഷൻ നടത്തി കഴിഞ്ഞാൽ അവർ ഭരിക്കട്ടെ, അവർ ആ ജനങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ അവരത് ചെയ്യട്ടെ, അന്യായം കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഇടപെടാം, വ്യത്യസ്ത ഏജൻസികളും സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ, വെയിറ്റ് ആൻഡ് സീ. പറ്റുന്നില്ല. ഇനി വെസ്റ്റ് ബാങ്കാണ് മറ്റൊരു പ്രദേശം, അവിടെ PLO, അവിടെ ഭരിക്കുന്ന അവസ്ഥ എന്താ? 140-ലധികം ചെക്ക് പോസ്റ്റുകളാണ്. ഇതൊക്കെ ഫലസ്തീൻ ഇപ്പൊ നിലവിൽ നൽകപ്പെട്ട പരമാധികാരമില്ലാത്ത പലസ്തീന്റെ അവസ്ഥയാണ്. വെസ്റ്റ് ബാങ്കിൽ സമാധാനം, അവിടെയും ഇസ്രായേൽ ഇടക്കിടക്ക് ആളുകളെ കൊല്ലുന്ന വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കാൻ, സെറ്റിൽമെന്റ് ഉണ്ടാക്കുന്നു, പിടിച്ചടക്കുന്നു. 140-ലധികം ചെക്ക് പോസ്റ്റുകൾ ഉണ്ട്. എവിടെ? ഈ വെസ്റ്റ് ബാങ്കിൽ. പലസ്തീനുകൾക്ക് കൊടുത്ത മണ്ണിൽ ഇസ്രായേലിന്റെ ചെക്ക് പോസ്റ്റുകൾ. നമ്മൾ ഈ പ്രദേശം ഇങ്ങനെ ഫലസ്തീനായി കണക്കാക്കിയാൽ ഇവിടെ വടകരയിൽ നിന്ന് കൊയിലാണ്ടിയിലേക്ക് പോകുമ്പോൾ നന്ദിയിലും അതല്ലെങ്കിൽ കൊല്ലത്തും ചെക്ക് പോസ്റ്റ്. ഡെയിലി യാത്രയിൽ ഇത് ചെക്കിങ്. ആരാ ചെക്ക് ചെയ്യണത്? ഞങ്ങൾക്ക് തന്ന മണ്ണിൽ നിങ്ങൾ വീണ്ടും വീണ്ടും ചെക്ക് ചെയ്ത് ഞങ്ങളെ പ്രയാസപ്പെടുത്തരുതേ. ഒരു ആർട്ടിക്കിൾ വായിച്ചപ്പോ ആംബുലൻസിൽ ചികിത്സക്ക് വേണ്ടി പോകാം, ചെക്ക് പോസ്റ്റിൽ തടഞ്ഞിട്ടു ഫലസ്തീന്. അവര് തടഞ്ഞിട്ട് നിശ്ചിത ടൈം കഴിഞ്ഞിട്ട് വിട്ടുകൊടുക്കണില്ല. ആ ആംബുലൻസിൽ വെച്ച് ആ രോഗി മരണം. ഇങ്ങനെ എത്ര വാർത്തകൾ. സാധനം വാങ്ങാൻ പോകുന്ന സമയത്ത് എന്തിനാന്ന് ചോദിക്കുക, തിരിച്ചയക്കുക. അവരുടെ മനസ്സിൽ ആത്മരോഷം ഉണ്ടാകൂല. ഇതൊക്കെയാണ് നൽകപ്പെട്ട ഭൂമിയിലടക്ക അവസ്ഥ. ഇതുകൊണ്ടാ 1974 അന്ന് UN ഐക്യരാഷ്ട്രസഭയുടെ സെൻട്രൽ ചെന്നുകൊണ്ട് ആസ്ഥാനത്ത് ചെന്ന് യാസർ അറഫാത്ത് ഒരു കയ്യിൽ ഒലീവും മറ്റൊരു കയ്യിൽ AK-47 തോക്കും കയ്യിലേന്തിക്കൊണ്ട് യാസർ അറഫാത്ത് പറഞ്ഞു, ഈ കയ്യിൽ സമാധാനത്തിന്റെ ഈ ഒലീവ് താഴെ വീഴാതിരിക്കാൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ, പിന്തുണക്കണേ ഞങ്ങളുടെ നാടിന് വേണ്ടി എന്ന് 1974 യാസർ അറഫാത്ത് നടത്തിയതാണ്. ഇതൊന്ന് പരമാധികാര സ്വതന്ത്ര രാഷ്ട്രാക്കി നിങ്ങൾ മാറ്റിത്തരണം. ഇനിയും സാഹസികതയിലേക്ക് നാടിനെ, സമൂഹത്തെ, ആ നാട്ടുകാരെ എത്തിക്കരുത്. ഈ സമാധാനത്തിന്റെ ഇല ഇത് താഴേക്ക് വീഴ്ത്തരുത്. ഇപ്പൊ എത്ര? 74 കഴിഞ്ഞ് 84, 94, 2004, 2014, 2024, 50 വർഷം പിന്നിട്ടിട്ട് ഈ വിഷയത്തിൽ എന്താ ചെയ്യാൻ കഴിഞ്ഞത്? ഏതെങ്കിലും ഉള്ള പ്രദേശം വെച്ചിട്ടുണ്ടാക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമാ നടന്നു ഫലസ്തീനിൽ. ഖത്തീബ് മിമ്പറിൽ കയറി ഉള്ള ഒരു സെറ്റപ്പിൽ അവിടെ കയറിയിട്ട് പറയാണ്, ലാ അസ്തതിഉ അൻ ഉതമ്മിഅ ഖുതുബതി, എന്റെ ഖുതുബ എനിക്ക് പൂർത്തീകരിക്കാൻ സാധ്യമല്ല വിശപ്പ് കൊണ്ട്. നിങ്ങൾക്ക് വിശപ്പ് കൊണ്ട് ഈ ഖുതുബ കേൾക്കാനും സാധിക്കും. 2 വരിയാ ഖുതുബ, 2 ലൈൻ. വിശപ്പ് കൊണ്ട് എനിക്ക് എന്റെ ഖുതുബ നിർവഹിക്കാൻ സാധിക്കൂല. അതേപോലെ വിശപ്പ് കൊണ്ട് നിങ്ങൾക്കിത് കേട്ടിരിക്കാനും കഴിയില്ല. സനുസല്ലി വനദഉ, നമുക്ക് നമസ്കരിക്കാം, പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഖുതുബ അവസാനിപ്പിച്ചു കഴിഞ്ഞ വെള്ളിയാഴ്ച. ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 24 മണിക്കൂറിനടക്ക് 5 ആളുകൾ പട്ടിണി കിടന്ന് മരിച്ചു. ഇന്ന് ലോകത്ത് 800 കോടിയിലടക്ക് പട്ടിണി കിടന്ന് മരിക്കുന്ന ഒരു നാട്, സ്ഥലം ഏതാ? ഗസയായി മാറി. 24 മണിക്കൂറിനടക്ക് 5 ആള് പട്ടിണി കിടന്ന് മരിച്ചു. 200-ലധികം ആളുകൾ ഈ ഒരു കുറഞ്ഞ കാലയളവിൽ 200-ലധികം ആളുകൾ, കുട്ടികളടക്കം 100-ലധികം കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ 200-ലധികം ആളുകൾ പട്ടിണി കിടന്ന് മരിച്ചിരിക്കുകയാണ്. എന്നിട്ട് ആരോ ഇങ്ങനെ ഈ ഭക്ഷണം അടക്കം പൊതി കൊണ്ടുപോകും. ഇപ്പൊ ഇന്നലെ ഏറ്റവും ലേറ്റസ്റ്റ് ന്യൂസിൽ, ഇപ്പൊ ഇന്നലെ കേട്ട ന്യൂസിൽ, ആ ഭക്ഷണപ്പൊതി വീണിട്ട്, അല്ലെങ്കിൽ ഈ കുട്ടികൾക്ക് ആവയില്ല എല്ലും തോലുമായി, ആ ഒരു പൊതി വന്നിട്ട് ഈ കുട്ടിയുടെ ദേഹത്ത് വീണ ആ കുട്ടി മരിച്ചു. മരിക്കുക. ഈജിപ്തിലുള്ള ആളുകൾക്ക് ഇത് കണ്ടു നിൽക്കാൻ കഴിയാതെ അവിടെ സാറ അൽ അഖാരി എന്ന് പറയുന്ന മനുഷ്യാവകാശ പ്രവർത്തക കടലിന്റെ തീരത്ത് വന്ന് പരിപ്പും ചെറുപയറും ഭക്ഷണവും ബോട്ടിലാക്കിയിട്ട് ആ ബോട്ടിൽ മൂടിയിട്ട് എന്നിട്ട് കടലിലേക്ക് എറിയാണ്. ഇത് കണ്ടിട്ട് എല്ലാവരും വന്നിട്ട് ഇതേപോലെ ഭക്ഷണം കുപ്പിയിലാക്കിയിട്ട് എറിഞ്ഞു കൊടുത്തു. അങ്ങനെ 3-ാമത്തെ ദിവസം അതിൽ ഒരു എഴുത്തും ഒരു പേപ്പറും അവരുടെ ഫോൺ നമ്പറും വെച്ചിട്ട് എഴുതിയത്, കിട്ടിക്കഴിഞ്ഞാലൊന്ന് സന്തോഷം അറിയിക്കണം എന്ന് പറഞ്ഞു. 3-ാമത്തെ ദിവസം അത് ഗസയിലെത്തി. അവിടുത്തെ ദുരിതാശ്വാസ ക്യാമ്പിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർ അത് കിട്ടിയിട്ട് അതിലേക്ക് വിളിച്ചിട്ട് ഈ സാറ അൽ അഖാരിയെ വിവരം അറിയിച്ചു, നിങ്ങളുടെ 10 കുപ്പികൾ ഞങ്ങൾക്ക് കിട്ടി, അതിൽ നിരവധി കുടുംബങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ സാധിച്ചു. നിങ്ങൾ ആ കുപ്പിക്കകത്ത് എഴുതിയിരുന്ന കടലാസും നിങ്ങളുടെ നമ്പറും പേരും എടുത്ത് 2 ചെറിയ മക്കൾ അതിൽ മുത്തം വെക്കുന്നുണ്ടായിരുന്നു, ഉമ്മ വെക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവർ പറഞ്ഞു, പരലോകത്തെത്തുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ഞങ്ങൾ പറയുമെന്ന്. ഇതാണ് അവിടുത്തെ അവസ്ഥ. ഈ അവസ്ഥ കണ്ടിട്ട് മനസ്സലിയാത്തവരെ മനുഷ്യരെന്ന് വിളിക്കാൻ കഴിയുമോ? ഇടപെടൽ നടത്താൻ കഴിയാത്തവർ, കരാറ് പിൻവലിക്കാൻ കഴിയാത്ത ആളുകൾ, ഭൗതികതയിൽ നിന്ന്, അപ്പാർട്ട്മെന്റുകളിൽ നിന്ന് ഇറങ്ങി വരാൻ കഴിയാത്ത ആളുകൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഏറ്റവും സെക്യൂർ ആൻഡ് സേഫ് ആയിട്ട് ഇന്നും ലോകത്ത് ഫലസ്തീൻ്റെ ഒരു എംബസി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ UAE നമുക്ക് അവിടുന്ന് പ്രസംഗിക്കാനും സംസാരിക്കാനും കഴിയില്ല. ഒരു പണ്ഡിതൻ പറഞ്ഞാൽ പിറ്റേ ദിവസം അയാൾ ജയിലില്ല. പക്ഷെ നീതിക്കും നന്മക്കും വേണ്ടി നിലക്കൊള്ളാതെ എന്ത് സംസാരം! ഇന്നല്ലാഹു യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ,
ഈ 2025 ഇത്ര പച്ചക്ക് പരിവട്ടമായിട്ട് പച്ച മനുഷ്യരെ കൊന്നുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ എംബസി പൂട്ടിയെടുത്ത് സീല് വെച്ച് പറഞ്ഞയക്കണ്ടേ? കൊളംബിയൊക്കെ 1ാമത്തെ വർഷത്തിൽ തന്നെ വിത്തിൻ 1 ഇയർ അത് തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങൾ മനുഷ്യരെ കൊല്ലുന്ന ആൾക്കാരാണ്, നിങ്ങൾ മൃഗങ്ങളെക്കാൾ അതപ്പതിച്ചവരാന്ന് പറഞ്ഞ സീൽ വെക്കുക. കൊളംബിയൊക്കെ ഇസ്രായേൽ എംബസി സീൽ വെച്ച് അംബാസഡറോട് പോകാൻ പറയാ. ഇവിടെ എത്തിയിട്ടും ഇപ്പോൾ നിലവിൽ നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ എംബസി വർക്ക് ചെയ്യുക, എന്നിട്ട് അതിന് പ്രത്യേക പ്രൊട്ടക്ഷൻ. ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി ആലോചിക്കണം. അതുകൊണ്ട് ആമുഖമായി ഓതിവെച്ച ആയത്തുകളിലേക്ക് മടങ്ങണം. അവിടെയാണ് പ്രതീക്ഷ എന്ന് പറയുന്നത്. ശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 153 മുതൽ 157 വരെയുള്ള സൂക്തങ്ങൾ ആയത്തും അർത്ഥവും ആലോചിച്ച് അവസാനിപ്പിക്കാം. യാ യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ഇസ്തഈനു ബിസ്സബ്രി വസ്സലാ, നിങ്ങൾ ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും പടച്ചറബിനോട് തേടിക്കൊണ്ടിരിക്കണം. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, തീർച്ചയായും അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ്. സാറ ലഖാരി എന്ന് പറയുന്ന മനുഷ്യാവകാശ പ്രവർത്തക ആ എഴുത്തിൽ നമ്പറും പേരും കൊടുത്തതിന്റെ ഇല്ലേ, അതിന്റെ കൂടെ എഴുതി വെച്ചിട്ട് നിങ്ങൾ ക്ഷമിക്കണം, അള്ളാഹു നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന്. ഇഹലോകത്തും പരലോകവും ഉണ്ട്. ഇഹലോകം കഴിഞ്ഞാലും പരലോകം വരാനുണ്ട്. വലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ കൊല്ലപ്പെടുന്ന ആളുകളെ കുറിച്ച് അംബാത്ത്, അവർ മരിച്ചുപോയവരാണ്, അവർ ചേതനയറ്റ ശരീരാണ് എന്ന് നിങ്ങൾ പറയരുത്. ബൽ അഹ്യാഉ, ആ കുഞ്ഞുമക്കളും അതല്ലാത്തവരും ഒക്കെ അഹ്യാഉൻ, അവർ ജീവിച്ചിരിക്കുന്നവരാണ്. അള്ളാന്റെ സവിധത്തിൽ അവർ അനുഗ്രഹീതരാണ്. വലാകിൻ ലാ തശ്ഉറൂൻ, ഭൗതിക മാനദണ്ഡങ്ങൾ വെച്ച് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധ്യമല്ല. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്, ഭയം കൊണ്ട് അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കും, പിടിച്ചു നിൽക്കണം. വൽ ജൂഅ്, വിശപ്പ് കൊണ്ട് പരീക്ഷിക്കും. വനഖസിൻ മിനൽ അംവാൽ, സമ്പത്തില്ലാതെ പരീക്ഷിക്കും. ഗസയിലെ ബാർബർ ഷാപ്പിന്റെ മുമ്പിൽ ബാർട്ടർ സമ്പ്രദായം നടക്കുക. ഗസയുടെ മണ്ണിൽ ബാർട്ടർ സമ്പ്രദായം നടക്കുക. സമ്പത്തില്ല. പണ്ട് ബാർട്ടർ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ഉള്ളത് കൊടുത്തിട്ട് ഇല്ലാത്തവൻ എന്താണോ മറ്റവന്റെ കയ്യിലുള്ളത് എങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് സാധന സാമഗ്രികൾ കൈമാറുന്നതിനാണ് ബാർട്ടർ സമ്പ്രദായം എന്ന് പറയുക. നിങ്ങൾക്ക് ഞാൻ മുടി വെട്ടിത്തരാം, നിങ്ങൾ കുറച്ച് മാവ് കുറച്ച് വെണ്ട എനിക്ക് കൊണ്ടുവന്ന് തരുമോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ എൻ്റെ കിഡ്നി വൃക്ക വിൽക്കാൻ തയ്യാറാണ്, എൻ്റെ മക്കൾക്ക് ഭക്ഷണം വാങ്ങുന്നതിന് വേണ്ടി എന്ന് പറയാൻ. പഠിക്കുന്നവൻ ഞാൻ എൻ്റെ ലാപ്ടോപ്പ് വിൽക്കാൻ തയ്യാറാണ്, എൻ്റെ ഉമ്മയും സഹോദരങ്ങളും പട്ടിണി കടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാ. വിശപ്പ് കൊണ്ട്, സമ്പത്തിന്റെ കുറവ് കൊണ്ട്, ഉറ്റവരെ ഉടയവരെ ഉടപ്പിറപ്പുകളെ നഷ്ടപ്പെട്ടുകൊണ്ട്, വിഭവങ്ങളില്ലാത്ത വിധത്തിലൊക്കെ തീർച്ചയായും നാം നിങ്ങളെ പരീക്ഷിക്കും. യാസിർ കുടുംബമേ, സുമയ്യ റളിയല്ലാഹു അൻഹ യാസിർ കുടുംബവും പീഡിപ്പിക്കപ്പെടുന്ന സമയത്ത് നിങ്ങൾ സഹനം അവലംബിക്കൂ എന്ന് പറഞ്ഞ പോലെ വബശ്ശിരി സ്വാബിരീൻ, നിങ്ങൾ ക്ഷമിക്കുക, സഹിക്കുക. അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബ, എന്ത് മുസീബത്തും അപകടങ്ങളും പരീക്ഷണങ്ങളും പ്രയാസങ്ങളും എന്ത് വന്നു കഴിഞ്ഞാലും ഖാലു, വിശ്വാസികൾ പറയും, ഇന്നാ ലില്ലാഹ്, തീർച്ചയായും ഞങ്ങൾ അല്ലാഹുവിനുള്ളവരാണ്. വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ ആ റബ്ബിലേക്ക് മടങ്ങാനുമുള്ളവരാണ്. ഈ വിശ്വാസത്തിന്റെ പിന്മുറക്കാരാണ് അവർ. നാൾ വഴികളിലൊക്കെ അങ്ങനെയാ. ഉലൈക അക്കൂട്ടർ അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ, അവർക്ക് അല്ലാഹുവിന്റെ സവിധത്തിൽ നിന്ന് കാരുണ്യവും അനുഗ്രഹങ്ങളും ഉണ്ട്. വ ഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവരാണ് സന്മാർഗം സിദ്ധിച്ചവർ എന്ന് പറയാം. ഈ ആയത്തിന്റെ പരിഗണന ലഭിക്കുന്നവരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫലസ്തീൻ മണ്ണിൽ കൊല്ലപ്പെട്ടവരെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ ആയത്ത് മുന്നോട്ട് വെക്കുന്ന സാധ്യതകളിലേക്ക് ഇഹത്തിലും പരത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ എത്തിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ഇലൽ ഇസ്ലാം വഹുവല്ലദീ അൻഅമനാ ബിഹാദിഹി നിഅമത്തിൽ ഖാലിദ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ സർവ്വ മേഖലകളിലും പാലിച്ചുകൊണ്ട് തഖ്വയുള്ള, തവക്കുലുള്ള, തൗഹീദുള്ള മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടണമേ എന്ന് രണ്ടാമതൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് ആഗോളാടിസ്ഥാനത്തിൽ ഐക്യരാഷ്ട്രസഭയും യൂണിസെഫും സന്നദ്ധ സംഘടനകളുമൊക്കെ വേൾഡ് ബ്രസ്റ്റ് ഫീഡിംഗ് ഡേ ദിനങ്ങളായിട്ട്, വാരാചരണമായിട്ട് ആചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് ലോക മുലയൂട്ടൽ വാരാചരണം. കുഞ്ഞുങ്ങളെ
മുലയൂട്ടുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഈ ദിനാചരണങ്ങളിലൂടെ, ഈ ഒരാഴ്ചയിലൂടെ വലിയൊരു മെസ്സേജ് നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രസവിച്ച മാതാവിൻ്റെ മാറിടത്തിൽ നിന്നും ചെറു ചൂടുള്ള അമ്മിഞ്ഞപ്പാലെന്ന അള്ളാഹു ഒരുക്കി വെച്ച ആ പാനീയം നുകരുമ്പോൾ ആ കുഞ്ഞിന് ലഭിക്കുന്ന ആഹ്ലാദവും ആമോദവും അതിൻ്റെ ആരോഗ്യദായകമായ ഫലവും കൊടുക്കുന്ന മാതാവിന് ലഭിക്കുന്ന നിർവൃതിയും അവർണ്ണനീയമാണ്, പറയുന്നതിലപ്പുറമാണ്. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 233-ാം സൂക്തത്തിലും 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിലെ 14-ാം സൂക്തത്തിലും ഇവിഷയത്തിൽ പ്രതിപാദ്യമുണ്ട്. വൽ വാലിദാത്തു യുർളിഅന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈനി. വൽ വാലിദാത്ത് മാതാക്കളുടെ ബാധ്യതയാണ്, മാതാക്കളുടെ കടമയാണ്, കുഞ്ഞുങ്ങളുടെ മൗലിക അവകാശവുമാണ്. വൽ വാലിദാത്ത് മാതാക്കളുടെ മേൽ നിർബന്ധമാണ്, യുർളിഅന ഔലാദഹുന്ന തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നൽകുക എന്നത്, മുലയൂട്ടുക എന്നത്, ഹൗലൈനി കാമിലൈനി പൂർണ്ണമായ 2 വർഷം, മിനിമം 2 വർഷം. ആരോഗ്യദായകമായ കുഞ്ഞിൻ്റെ വിവിധ വളർച്ചയിൽ മുലപ്പാൽ വഹിക്കുന്ന പങ്ക് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. എങ്കിൽ മിനിമം 2 വർഷമെങ്കിലും കൊടുക്കണം എന്നാണ് ആരോഗ്യ പ്രവർത്തകർ അറിയിച്ചിട്ടുള്ളത്. ഖുർആൻ അത് അന്നേ അറിയിച്ചു, 2 വർഷം. ഇനി 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിന്റെ 14-ാം സൂക്തത്തിൽ വവസ്സൈനൽ ഇൻസാൻ, മനുഷ്യന് നാം ഉപദേശം നൽകിയിരിക്കുകയാണ്. ബിവാലിദയിൽ തൻ്റെ മാതാപിതാക്കളുടെ വിഷയത്തിൽ, പ്രത്യേകിച്ച് ഉമ്മ ഹമലത്തുഹു ഉമ്മുഹു വഹിനൻ അലാ വഹിനിൻ, തൻ്റെ ഉമ്മ പ്രയാസങ്ങൾക്ക് മേൽ പ്രയാസം സഹിച്ചുകൊണ്ടാണ് തന്നെ ഗർഭം ധരിച്ചിട്ടുള്ളത്. വഫിസാലുഹു ആമൈൻ, എന്നിട്ട് പ്രസവത്തിന് ശേഷം വഫിസാലുഹു മുലയൂട്ടൽ ആമൈൻ 2 വർഷമാകുന്നു എന്ന്. ഈ ആയത്തിലും 2 വർഷം മുലയൂട്ടുക ഉമ്മയുടെ ബാധ്യതയാണ് എന്ന് പറയാം. അപ്പൊ ഈ മുലയൂട്ടുന്നത് ഉമ്മക്കും അതേപോലെ തന്നെ മാതാവിനും കുഞ്ഞിനും ഒരുപാട് ഗുണമാണ്. കാരണം മുലയൂട്ടുന്നതിലൂടെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ, അതിൽ വൈകാരികമായ ബന്ധം, അത് അറ്റാച്ച്മെന്റ് വർദ്ധിക്കുന്നു എന്നാണ്. കാരണം മുല കുടിക്കുന്ന സമയത്ത് ഉമ്മയുടെ ശരീരത്തിൽ നിന്ന് മുലപ്പാലിലൂടെ ഓക്സിറ്റോസിൻ ഹോർമോൺ കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് വരികയാണ്. അത് കുഞ്ഞിന് ഊർജം നൽകുന്നു, ഉമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം ഗാഢമായി തീരുന്നു എന്നാണ്. സ്നേഹം കൂടാൻ ഒരു ഉമ്മയിൽ നിന്ന് കൂടുതൽ മുലപ്പാൽ ലഭിച്ച സഹോദരങ്ങൾക്കിടക്ക് അതുവഴി അവർക്ക് ഓക്സിറ്റോസിൻ ലഭിച്ചിട്ടുണ്ടാകും, സാഹോദര്യ ബന്ധം വർദ്ധിക്കുന്നതാണ്. സഹോദരന്മാർ സഹോദരിമാർ വിഷയങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആ പ്രശ്നങ്ങളൊക്കെ കൂടുന്നതിന്റെ പിന്നിലുള്ള ഒരു സയൻസ് ഇങ്ങനെയുണ്ട്, അല്ലേ? ഓക്സിറ്റോസിൻ വേണ്ട വിധത്തിൽ മക്കൾക്ക് കിട്ടാതെ പോയി കഴിഞ്ഞാൽ ആ മക്കൾക്കിടയിലുള്ള സഹോദര സാഹോദര്യ ബന്ധത്തിന് ഉലച്ചിലും പ്രശ്നങ്ങൾ ഉണ്ടായിത്തീരുന്നു. പിന്നെയോ കൊടുക്കുന്ന സമയത്ത് അതിന്റെ ഭാരം, പിന്നെ ഉമ്മയുടെ മാതാവിന്റെ ഭാരം കുറയുന്നു, സ്തനാർബുദവും അണ്ടാശയ അർബുദവും ഇല്ലാതാക്കുന്നു, പ്രമേഹ രോഗസാധ്യത ഇല്ലാതാക്കുന്നു. ഇങ്ങനെ വിവിധ തരത്തിലുള്ള ആരോഗ്യദായകമായ ഖൈറ് ഉമ്മാക്ക് മാതാവിനുണ്ടായിത്തീരുകയാണ്. കുഞ്ഞിന് പ്രകൃതിയാ ലഭിക്കുന്ന വാക്സിനാണ് മുലപ്പാൽ എന്ന് പറയാം. മുലപ്പാൽ പ്രസവിച്ച ഉടനെ 4-5 ദിവസം കൊടുക്കുന്ന മഞ്ഞ നിറത്തിലുള്ള കൊളസ്ട്രോൾ ഉൾപ്പെടുത്തിയിട്ടുള്ള അടങ്ങിയിട്ടുള്ള മുലപ്പാൽ അത് കൊടുത്തുകൊള്ളണമെന്നാണ്, അല്ലെ? ചില ആളുകൾ അത് ഒഴിവാക്കും, അറിവില്ലായ്മ കൊണ്ടാണ്. ആദ്യത്തെ പാല് ഒഴിവാക്കിയിട്ട് പിന്നെ കൊടുക്കൽ. 6 മാസത്തോളം മുലപ്പാല് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്ന്. അതിൽ പ്രസവത്തിന്റെ ഉടനെ തന്നെ കുഞ്ഞിന് 4-5 ദിവസം ഈ കൊളസ്ട്രോൾ അടങ്ങിയിട്ടുള്ളത് കൊടുക്കണം എന്ന് പറയാം. അതെന്തിനു വേണ്ടിയിട്ടാ? കുഞ്ഞിന്റെ ഹൃദയം, മസ്തിഷ്കം, നാഡീവ്യൂഹം ഇതിൻ്റെ ഒക്കെ വളർച്ചയിൽ ആ കൊളസ്ട്രോൾ അതിൽ ഉൾക്കൊണ്ടിട്ടുള്ള കണ്ടന്റ് വലിയ സാധ്യതകൾ ഒരുക്കുന്നു എന്നാണ്. അപ്പൊ ഇത് കിട്ടേണ്ടതുണ്ട്, ഇത് കൃത്യമായിട്ട് കൊടുക്കേണ്ടതുണ്ട്. തുടർന്ന് മുലയൂട്ടി അങ്ങനെ മുലപ്പാൽ ലഭിക്കുന്ന ഒരു കുഞ്ഞിന് വലിയ വലിയ അസുഖങ്ങൾ ഇല്ലാതാകും. അങ്ങനെ ആസ്തമ, അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ളത്, ചെവിയിൽ വരുന്നത്, ബുദ്ധിയുടെ വളർച്ച, ബുദ്ധി വർദ്ധിക്കണം എന്നുണ്ടെങ്കിൽ, ഭൗതികമായി വളരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഈ മുലപ്പാൽ ലഭിച്ചുകൊണ്ടിരിക്കണം എന്നാണ്. അപ്പൊ പറയുന്നത് ആരോഗ്യം ഉണ്ടാവണം, കുഞ്ഞ് കൊടുക്കുന്ന മാതാവിനും ആരോഗ്യം ഉണ്ടാകണം, അതേപോലെ തന്നെ കുഞ്ഞിന് അതുവഴി അത് ലഭിക്കുകയും വേണമെന്നാണ്. അൽ മുസ്ലിമുൽ ഖവിയ്യു ഖൈറും മിനൽ മുസ്ലിമിൽ ലഈഫ് എന്നൊരു ഹദീസുണ്ട്. ശക്തിയുള്ള ഹെൽത്തിയായ മുസ്ലിമാണ് ഹെൽത്തി അല്ലാത്ത മുസ്ലിമിനേക്കാൾ ഖൈർ എന്ന് പറയാം. ഇതിന്റെ അർത്ഥം രോഗം പരീക്ഷണം വന്നു കഴിഞ്ഞാൽ ഈ ഹദീസ് ഔട്ടായി എന്നല്ല, മറിച്ച് സ്വാഭാവികമായി ഇതൊക്കെ കരുതണം, ശ്രദ്ധിക്കണം എന്നാണ്. കിട്ടാത്തൊരറിവ് കിട്ടുമ്പോൾ ഏതൊരറിവും വിശ്വാസിയുടെ കളഞ്ഞുപോയ സമ്പത്താണ്. അത് എവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞാലും അത് അവൻ എടുത്തുകൊള്ളണമെന്ന് മറ്റൊരു ഹദീസിലൂടെ പ്രവാചകൻ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട്
ഈ അറിവൊക്കെ നമുക്ക് ഐഹികമായും ആത്മീയമായും ആരോഗ്യദായകമായും വൈകാരികമായിട്ടും ഒരുപാട് ഖൈർ നൽകുന്നുണ്ട്. ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. ഇന്ന് ഭംഗി കുറയും, ഇന്നത് കുറയും എന്നൊക്കെ പറഞ്ഞ് കുപ്പിപ്പാലിലേക്കൊക്കെ മാറുന്നുണ്ട്. അതേപോലെ കാലയളവ് കുറക്കുന്നുണ്ട്. രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൻ്റെ കൂടെ മുലപ്പാലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഗസയിലേക്ക് ഒന്നുകൂടി നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. കുഞ്ഞിനെ കയ്യിൽ വെച്ചുകൊണ്ട് 35 ദിവസം പ്രായമുള്ള ഒരു ഉമ്മയാണ് എൻ്റെ കയ്യിൽ വെച്ച് എൻ്റെ കുഞ്ഞ് മരിച്ചുപോയി. കാരണം കുഞ്ഞിന് കൊടുക്കേണ്ട മുലപ്പാല് എൻ്റെ ബ്രസ്റ്റിൽ നിന്ന് ചുരത്താൻ സാധിച്ചില്ല. കാരണം ആ ബ്രസ്റ്റിൽ നിന്ന് മുലപ്പാല് ചുരത്താൻ പാകത്തിലുള്ള ഭക്ഷണം എനിക്ക് കിട്ടാതെ പോയി എന്ന് വിലപിച്ച് കൈക്കുഞ്ഞ് മരണപ്പെട്ട രംഗം ഗസയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. മാതാക്കൾക്ക് മുലപ്പാല് കൊടുക്കാൻ സാധിക്കാതാണ് അവിടുത്തെ അവസ്ഥ. മുണ്ടക്കൈ ചൂരൽമല സ്ഥലത്ത് കഴിഞ്ഞ ജൂലൈ 30 ഉരുൾപൊട്ടലുണ്ടായപ്പോൾ സഹോദരൻ ഫേസ്ബുക്കിൽ പങ്കുവെച്ചു, നിങ്ങൾക്ക് ആർക്കെങ്കിലും അവിടെ കുഞ്ഞുങ്ങളുണ്ട് എങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ മാതാക്കൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ എൻ്റെ ഭാര്യ മുലപ്പാല് കൊടുക്കാൻ സന്നദ്ധമാണ് എന്ന്. അങ്ങനെ കാരുണ്യഹസ്തവുമുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി സഹകരിക്കുന്ന സംരംഭം രണ്ടത്താണി ശാന്തി ഭവനം. എന്താ രണ്ടത്താണി ശാന്തി ഭവനത്തിന്റെ പ്രത്യേകത? ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ അവിടെ താമസിപ്പിക്കുന്നു എന്നാണ്. അവര് പാപ്പയും ഉമ്മയും ആരും ഉണ്ടാവില്ല, അച്ഛനും അമ്മയും ആരും ഉണ്ടാവില്ല. തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട അഡ്രസ് ഇല്ലാത്ത കുഞ്ഞുങ്ങൾ അവിടെ നിങ്ങൾ സന്ദർശിക്കുന്ന സമയത്ത് തൊട്ടിലുള്ള 10 മാസമുള്ള 2 ദിവസമുള്ള 1 മാസമുള്ള കുഞ്ഞുങ്ങളെ കാണും. പക്ഷെ അവർക്ക് മുലപ്പാൽ ലഭിക്കാൻ ലാക്ടോജിൻ എന്നാണ് എൻ്റെ ഓർമ്മ, ലാക്ടോജിൻ കലക്കിയിട്ടാണ് കൊടുക്കാറുള്ളത്. മുലപ്പാൽ നിഷേധിക്കപ്പെട്ട കുഞ്ഞുങ്ങളും നമുക്കിടക്ക് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതൊരു നിഅമത്ത് ആയത്ത്, ദൃഷ്ടാന്തം, അനുഗ്രഹം എന്ന നിലക്ക് അതൊക്കെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് അതേപോലെ തന്നെ അത് ലഭിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ആ ഒരു സാമൂഹിക ചുറ്റുപാടും കുടുംബ പശ്ചാത്തലവും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അതുവഴി ശുക്ർ അർപ്പിക്കേണ്ട ആലോചന കൂടി അതുമായി ബന്ധപ്പെടുത്തി നടത്തേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കിടക്ക് പരീക്ഷണം, പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ജനതക്ക് അതിജീവനം നൽകുമാറാകട്ടെ. അല്ലാഹുവേ, നിന്നിലാണ് പ്രതീക്ഷ. നീ അവലംബമായി തീരണം, അത്താണിയായി തീരണം. അല്ലാഹുവേ, നീ എങ്ങനെയാണോ മുൻഗാമികളിൽ അതിനിഷ്ഠൂരായിട്ടുള്ള ഭരണാധികാരികൾക്ക് പാഠം നൽകിയത് എങ്കിൽ അത്തരത്തിലുള്ള പാഠത്തിനാണ് ലോകം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവേ, പീഡിത ജനവിഭാഗത്തിന് നീ ആശ്വാസം പ്രദാനം ചെയ്യണമേ നാഥ. കൊല്ലപ്പെട്ടവർക്ക് നീ ഷഹാദത്ത് നൽകണമേ നാഥ. അല്ലാഹുവേ, ശേഷിക്കുന്നവർക്ക് ആ നാടിന്റെ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകണമേ റബ്ബേ. അതിലേക്കുള്ള നീക്കുപോക്കുകളെ നീ ശക്തിപ്പെടുത്തണമേ നാഥ. ഇസ്സത്തോടുകൂടി ആ വിഷയത്തിൽ ഇടപെടാനുള്ള നീതിബോധം ഇസ്ലാമിക ഭരണകൂടങ്ങൾക്കും ഭരണാധികാരികൾക്കുമൊക്കെ നീ നൽകണമേ റബ്ബേ. അല്ലാഹുവേ, മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്ത് നൽകണമേ നാഥ. നമുക്കിടക്കുന്ന മരണപ്പെട്ട 3 ആളുകൾ, അവരുടെ 3 കുടുംബങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വസിയത്ത് അറിയിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരിച്ചു പിരിഞ്ഞ 3 പേർക്കും മഗ്ഫിറത്ത്, മർഹമത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹീതമാക്കി കൊടുക്കുമാറാകട്ടെ. രോഗം ബാധിച്ച് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ശമനം നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم انصر إخواننا في فلسطين. اللهم انصر المظلومين في غزة. اللهم انصر المظلومين في جميع أنحاء العالم. اللهم دمر من دمرهم. اللهم مزق من مزقهم. اللهم شتت من شتتهم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. والصلاة والسلام على رسولك الكريم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين.